വിരാമമിട്ടുകൊണ്ട് ശ്രീരാമദേവന് നാളെ രാവിലെ പട്ടാഭിഷേകം. അയോധ്യയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട എല്ലാവരും അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. VIP ഉൾപ്പെടെ ഏകദേശം 8000 പേരാണ് ക്ഷണിതാക്കളായിട്ടുള്ളത്. അതിലും കൂടുതൽ പേർ അല്ലാതെ തന്നെ എത്തുമെന്നാണ് അയോധ്യ അമ്പലത്തിനടുത്തുള്ള മെയിൻ എൻട്രൻസിലേക്ക് നടക്കുന്നതാണ് വഴി. VIP വെഹിക്കിൾസ് അല്ലാതെ ഒന്നും വരുന്നില്ല. ഈ കാണുന്ന റോഡുകളൊക്കെ അലങ്കരിച്ച് ഭയങ്കര എല്ലാ ബിൽഡിങ്ങുകളുടെ മുകളിൽ കൊടികളൊക്കെ കെട്ടി ഭയങ്കര കളർഫുള്ളാക്കിയിരിക്കുന്നതാണ്. ഇതാണ് അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് നമ്പർ 1. ഇവിടെ നിന്നാണ് VIPs എല്ലാം എൻട്രി ചെയ്യുന്നത്. ഒന്നാമത്തെ ഗേറ്റിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. തന്നെ അയോധ്യയിലേക്കുള്ള എല്ലാ റോഡുകളും നിറഞ്ഞു കവിഞ്ഞു. വാഹനങ്ങളുടെ ഗതാഗതം മുന്നോട്ട് അയോധ്യയിലോട്ടുള്ള എല്ലാ ഗതാഗതവും നിലച്ചിരിക്കുകയാണ്, അതായത് നിർത്തിയിരിക്കുകയാണ്. അതേപോലെ ട്രെയിൻ ഗതാഗതം ഇവിടെ ഇതുവരെയുള്ള ട്രെയിൻ ഗതാഗതം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കാരണം ക്രൗഡ് വരാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വരെ മാത്രമാണ് ഇവിടേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അല്ലാതെ തന്നെ വരുന്നുണ്ട്. പക്ഷേ പാസ്സുള്ളവരെ മാത്രമേ അയോധ്യയിലേക്ക് നിർത്തുന്നുള്ളൂ. വളരെ ക്രൗഡ് കുറയ്ക്കാനും ഈ പ്രാണപ്രതിഷ്ഠ വളരെയധികം ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് ഈ സ്ത്രീകളെ മാത്രമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള സ്ത്രീകൾ തന്നെ ഇവിടെ